തോമസ് തോമസ് തന്നെയല്ലേ? ഇന്നലെ വിളിച്ചപ്പോ തോമസിനെ കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ആളെ കാണാനില്ല എന്നൊരു വീഡിയോ ഇട്ടുണ്ട്. 2 പ്രാവശ്യം വിളിച്ചു. ഇന്ന് 3ാമത്തെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ 10 ലക്ഷം പാവങ്ങൾക്ക് കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അതെയാ? എവിടെ തോമസ് വീട്? നമ്മുടെ മല്ലികയ്ക്ക് മറ്റേ അത് ബോച്ചേവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഫ്രീ ഫ്രാഞ്ചൈസി കൊടുത്തതാ. ആദ്യത്തെ അവിടെ നിന്നാണ് വാങ്ങിയ? അവിടുന്ന് ഞാൻ ആദ്യം വാങ്ങിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്ഥിരമായിട്ട് എടുക്കാറുണ്ടായിരുന്നു. എത്ര പ്രാവശ്യം വാങ്ങി? അന്ന് തൊട്ടിന്ന് വരെ സ്ഥിരം എടുക്കുന്നുണ്ട്. 10 ലക്ഷം ആദ്യം അടിച്ചതാണോ? അതിന് ഇടയ്ക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങളുണ്ടോ? ചെറിയൊരു സമ്മാനം അടിക്കുന്നുണ്ടായിരുന്നു. അടിച്ചിട്ടുണ്ട്. മൊത്തം എത്ര പ്രാവശ്യം അടിച്ച്? 100 റുപ്പീസിന്റെ അടിച്ചിട്ടുണ്ട്. ഒരു 8-9 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. 7 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഓ, ഇത് വല്ലാത്തൊരു അടിയായി പോയി. 10 ലക്ഷം രൂപ കിട്ടി. ഓക്കെ, സന്തോഷമുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അവിടെ പോയി വാങ്ങാണോ മല്ലികയുടെ അടുത്തുനിന്ന്? മല്ലിക അടുത്ത് ഞാൻ കുറെ വാങ്ങിച്ചു. പിന്നെ ഇപ്പൊ ഓൺലൈനിൽ എടുക്കുന്നുണ്ട്. ഓൺലൈനിൽ അടുത്ത് ഇൻവോയ്സ് കളക്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്. എന്താ ചെയ്യണ സാറ്? എന്ത് ചെയ്യുന്നു തോമസ് സാർ? ഞാനിപ്പോ ഇവിടെയുണ്ട്, നാട്ടിലുണ്ട്. റിട്ടയർഡാണ്. റിട്ടയർഡോ? റിട്ടയർഡ്. റിട്ടയർ എന്ന് പറഞ്ഞാൽ മരിക്കാന്നല്ല അർത്ഥം. മരിക്കുമ്പോഴല്ലേ റിട്ടയർ ആവാൻ നമ്മള് ഭൂമിന്ന്? അല്ല, അങ്ങനെ എന്ത് ജോലിയൊക്കെ ചെയ്യാനുള്ള എല്ലാ ഇതും ഉണ്ട്. പക്ഷെ ചെയ്തിട്ടുള്ള ജോലിയിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തത്. എന്തായിരുന്നു ജോലി? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്തിരുന്നു. അങ്ങനെ റിട്ടയർ ആയതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാല് ബ്രെയിനും വർക്ക് ചെയ്യിപ്പിക്കണം. നമ്മള് റിട്ടയർ ചെയ്താൽ കഴിഞ്ഞു, ബ്രെയിൻ ജാമാവും. നമ്മള് റിട്ടയർ ചെയ്തിട്ടില്ല. നമുക്ക് ഈ സമയം വെരി ആക്റ്റീവ്. പ്രായമൊന്നും തോന്നുന്നില്ല കണ്ടിട്ട്. റിട്ടയർ ആവാൻ മാത്രമൊന്നും ആയിട്ടില്ല. ഓക്കെ. ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷമാണ് ശരിക്കുള്ള പണി തുടങ്ങുന്ന ആൾക്കാര്. അപ്പോഴേക്കാണ് മെച്ചുവേർഡ് ആയി കുറച്ച് വിവരമൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച്. ഞാൻ നാളെ എന്റേതായ റിസർച്ചാണ്. പല ആൾക്കാരും നോക്കുമ്പോഴേ റിട്ടയർഡ് ആയി കഴിയുമ്പോഴാണ് ശരിക്കും അവര് എക്സ്പീരിയൻസ് ആയി ഒന്ന് മെച്ചുവേർഡ് ആയി പണിയൊക്കെ പഠിച്ച് സെറ്റ് ആവണം. പിന്നെ അവിടെ നിന്നുള്ള ഒരു 10-20 വർഷമാണ് ശരിക്കുള്ള വർക്കും റിസൾട്ടും കമ്പനിക്ക് കിട്ടുന്നത്, വ്യക്തികൾക്കും. അതുവരെ പണി പഠിക്കുകയാണ്. തീർച്ചയായിട്ടും. ഇപ്പോഴും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ ഇത് കേപ്പബിൾ ആണ്. വെൽക്കം. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും സാറിന് വിളിക്കുകയാണെങ്കിൽ ഞാൻ റെഡിയാണ്. നമുക്ക് സംസാരിക്കാം. എന്തായാലും 10 ലക്ഷം വാങ്ങാൻ വരുമല്ലോ. ആരൊക്കെ ഉണ്ട് വീട്ടില്? അമ്മയുണ്ട്, വൈഫുണ്ട്, കുട്ടികൾ 2 പേരും ഇവിടെ ഇല്ല, മാരീഡ് ആണ്. ചായ കുടിച്ചോ? ചായ കുടി കഴിഞ്ഞു. എങ്ങനെയുണ്ട് ചായ? ചായ അങ്ങനെ കുടിക്കാറില്ല. ഡെയിലി 10 എണ്ണമൊക്കെ വാങ്ങണവരുണ്ട്. ഡെയിലി 10 എണ്ണം വാങ്ങും, 10 ടീ. എന്നിട്ട് ചിലവര് പകുതി വിലക്ക് വെക്കും പുറത്ത്. 25 കോടി അടിക്കുന്നേ ധൈര്യമായിട്ട് ഡെയിലി ചായ കുടി. അല്ലെങ്കിലും മലയാളികള് 3-4 ചായ മിനിമം കുടിക്കും. വെള്ളം കഴിഞ്ഞാൽ പിന്നെ ചായയാണ് എല്ലാവരും അധികം കുടിക്കുന്നത്. പിന്നെ കുടിക്കണത് എന്താന്ന് ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് മലയാളി. ചായ അഡിക്ഷനാണ്, ചായ ഹാബിറ്റാണ്, ആന്റി ഓക്സിഡന്റ് ആണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു വർത്താനം പറയണമെങ്കിൽ, ഒരു ഡിസ്കഷന്, ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോ ആ ചായ കടന്നു വരും അതിനിടയ്ക്ക് അറിയാതെ. അതാണ് ആ ചായ കുടിച്ചുകൊണ്ടുള്ള സംസാരം, ഒരു എനർജി, ഇതൊക്കെയാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഔട്ട്ലെറ്റ് അവൈലബിലിറ്റി കുറവാണല്ലോ. ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇവിടെ, തുമ്മമണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വളരെ ഒരു ഭയങ്കര ക്രൗഡാണ് എപ്പോ ചെന്ന് കഴിഞ്ഞാലും. സ്കേർസിറ്റി വരും, കിട്ടാനുള്ള അവൈലബിലിറ്റി കുറവാണ്. ഞാൻ കണ്ടു നാള് മല്ലിക പോസ്റ്റ് ചെയ്തത്, ആൾക്കാർ ക്യൂ നിൽക്കാം മല്ലികയുടെ കടയിൽ നിന്ന് ബോച്ചേറ്റി വാങ്ങാനായിട്ട്. അതിന് ഞങ്ങളുടെ NBFC ഉണ്ട്, ബോച്ചെ ഗോൾഡ് ലോൺ. അത് 10-300 ബ്രാഞ്ച് ഉണ്ട്. അവിടെയൊക്കെ ഇപ്പൊ ഈ ആഴ്ച തൊട്ടിട്ട് അവിടെയും കിട്ടി തുടങ്ങും. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തൊട്ടിട്ട് കിട്ടി തുടങ്ങും. പിന്നെ അത് കഴിയുമ്പോഴേക്കും കുറെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വന്നു തുടങ്ങും. ഇപ്പൊ ഞാൻ പറയുന്നുണ്ട് പലരിടത്തും ചായപ്പൊടിന്റെ അവൈലബിലിറ്റി, സ്റ്റോക്ക് ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങാൻ.
അല്ലെങ്കിൽ ചിലപ്പോ സ്റ്റോക്ക് തീർന്നാൽ ചിലപ്പോ കുറച്ച് ദിവസം എടുക്കും. അപ്പൊ അത് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് നിങ്ങൾ വാങ്ങണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് എപ്പോഴും. പലരും പറയും ഞങ്ങൾക്ക് തിരക്കില്ല, ഞങ്ങള് സമയം പോലെ സൗകര്യം പോലെ വാങ്ങിച്ചോളാം. ഓവർ സെയിൽ വന്നോണ്ടേ ഡെയിലി വരുന്ന സ്റ്റോക്കൊക്കെ തീർന്നു പോവാം. മാക്സിമം പ്രൊഡക്ഷൻ ഒക്കെ നോക്കുന്നുണ്ട് നമ്മള്, എങ്കിലും അങ്ങനെ ചിലവാകുന്നുണ്ട്. ഔട്ട്ലെറ്റ് കിട്ടാൻ വേണ്ടി കുറെ ആൾക്കാർ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ നമ്പർ സാറ് എന്നെ വിളിച്ചത് നമ്പർ എടുത്തിട്ട് എന്നെ കുറെ പേര് വിളിച്ചു. സാറ് വിളിക്കുകയാണെങ്കിൽ എന്റെ കാര്യം ഒന്ന് പറയണേ. ഔട്ട്ലെറ്റ്സ് നമുക്ക് ഇപ്പൊ നോക്കുമ്പോ എന്റെ അടുത്ത് തന്നെ 11,000 വന്നു. പിന്നെ സ്റ്റാഫുകളുടെ അടുത്ത് വന്നിട്ടുണ്ട് കുറെ. അങ്ങനെ 10-25,000 എൻക്വയറീസ് ആണ് കിടക്കുന്നത്. നമ്മള് ലിമിറ്റഡ് ആയിട്ടുള്ള കൊടുക്കുള്ളൂ ഓരോ ജില്ലയിൽ, എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണോ അങ്ങനെയൊക്കെ നോക്കി ഇത്ര ഡിസ്റ്റൻസ് നോക്കി കുറച്ച് ഉത്തരവാദിത്തം ബിസിനസ് പാഷനൊക്കെ ഉള്ളവർക്ക് കൊടുക്കുള്ളൂ. ഈ ബിസിനസ് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അവരടച്ചു പൂട്ടും കുറച്ച്. അതാണ്, ഇതിന് കുറച്ച് ഉത്തരവാദിത്തം പാഷനൊക്കെ വേണ്ടേ. ചാരിറ്റി വർക്കുകളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ആൻഡ് ഇൻസ്പിറേഷൻ. ഇതൊക്കെയുള്ള ഇൻസ്പിറേഷനാണ് നമ്മൾ മുമ്പോട്ട് നയിക്കുന്നത്. ഇപ്പൊ ഈ ബിസിനസ്സിൽ തന്നെ ഞാൻ ചെയ്യുന്നൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞാല്, കച്ചവടം ചെയ്യുന്നത് എനിക്ക് ലാഭത്തിനാണ്, എങ്കിലും കച്ചവടത്തിലായാലും എനിക്കൊരു ലക്ഷ്യമുണ്ട്. ജീവിതത്തിലായാലും ലാഭം കിട്ടുമ്പോൾ കച്ചവടം ചെയ്ത് നമ്മൾ പണിയെടുത്ത് ബിസിനസ് ചെയ്തുണ്ടാക്കി ഒരു വിഹിതം പാവങ്ങൾക്ക് കൊടുക്കുക. അവരുടെ സന്തോഷം നമുക്ക് കാണുക, അവിടെയും സന്തോഷം, പാവങ്ങളുടെ സന്തോഷം കാണുമ്പോൾ ഇവിടെ കച്ചവടം ചെയ്ത് കാശ് കിട്ടുമ്പോഴുള്ള സന്തോഷം. അങ്ങനെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ. എന്റെ ബിസിനസ് കൊണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും കൂടെ ഉപകാരം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധാനത്തിലാണ് എന്റെ ബിസിനസ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ട്, ബിസിനസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നേരിട്ട് പോയി ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് ചെയ്തു കൊടുക്കുന്നുണ്ട്, വീഡിയോ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരെ പൊക്കിക്കൊണ്ട് വരിക, അവരൊരു നിലവാരത്തിൽ ജീവിക്കണം. എനിക്കും നിലവാരം ബിസിനസ് കിട്ടുമ്പോൾ അവർക്കും നിലവാരം ഉണ്ടാവണം. നമുക്കിപ്പോ അതിനിപ്പോ എന്താ കുഴപ്പം, നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. എനിക്കുണ്ടാവുമ്പോ അവർക്കും ഉണ്ടായിക്കോട്ടെ, അതിനെന്താ. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മുടെ ബിസിനസ്സുകളൊക്കെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള ബിസിനസ്സുകളൊക്കെ ജനപങ്കാളിത്തത്തോടു കൂടെ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ. ഉണ്ട്. എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലേ. നമ്മുടെ കുറച്ച് ഇൻഡസ്ട്രി ബാഗ് വരുന്നുണ്ട്. ഇവിടെ ബോച്ചെ 1000 ഏക്കർ ഉണ്ട്. അവിടെ ഒരുപാട് അഡ്വഞ്ചറുകൾ വരുന്നുണ്ട്, റിസോർട്ട്, കൃഷി, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. എന്റെ ഒരു ആഗ്രഹം ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് റിസോർട്ട് ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ് ആണ്. അപ്പൊ അവിടെ മെക്കാനിക്കൽ സൈഡ് വരുന്നുണ്ട്. നമുക്ക് സംസാരിക്കാം. ചെക്ക് വാങ്ങാൻ വരുമ്പോ വീട്ടില് എല്ലാവരോടും അവിടെ അടുത്തുണ്ടോ വീട്ടുകാരൊക്കെ? ആ, എവിടെയാണ് അമ്മയും ഭാര്യയും പിള്ളേരൊക്കെ? ആ, എന്താ പേര്? മിനി. ആ, എന്താ എഞ്ചിനീയർ തന്നെയാണോ? ഹൗസ് വൈഫാണ്. ആ, ഭർത്താവ് മാത്രം എഞ്ചിനീയർ. ഭർത്താവ് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഷിപ്പ് നിങ്ങളുടെ അടുത്ത് എടുക്കാറുണ്ടോ? ആ, നിങ്ങൾ എഞ്ചിനീയർ ആയതുകൊണ്ട് നിങ്ങളുടെ മേത്ത് നട്ടും ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. ഫാക്ടറിയിലാണ് പണി. പിള്ളേരെവിടെ? ആ, യുകെക്ക് പോയി, ജസ്റ്റ് അങ്ങോട്ട് ജോലിക്ക് കയറി. മോളിവിടെ അടുത്ത് തന്നെയുണ്ട്, അവിടെ ഡെന്റിസ്റ്റാ. ഓ ശരി. കഴിഞ്ഞതാ. ആ, ഇതാര്? അമ്മയാണ്. സൂപ്പർ, അടിപൊളി ചിരി. മനസ്സ് തുറന്ന് ചിരിക്കുകയാണ്. ഈ ചിരി കണ്ടാ പോരെ, എന്താ സന്തോഷം, എന്താ എനർജി നമുക്ക് കിട്ടണ്ട. അതിന്റെ എനർജി എന്തിനാ ഇങ്ങനെ എയറൊക്കെ പിടിച്ച് ഇങ്ങനെ വലിയ ഒക്കെ ആയിട്ടുള്ള ഞാനാണ് വലിയ ആളെന്ന് വെച്ചിട്ടൊന്നുമില്ല. എന്ത് നിഷ്കളങ്കമായ ചിരി അമ്മയുടെ. ഇതാണ് ചിരി. എന്താ അമ്മച്ചി പേര്? എനിക്ക് നാളൊക്കെ വരുന്നു. എന്റെ അമ്മച്ചി, അപ്പൊ എന്റെ ഫാദർ എയർഫോഴ്സ് ആയിരുന്നു. ആ, ഞാൻ പഠിക്കുന്ന സമയത്ത് പൈലറ്റ് ആവാൻ അഡ്മിഷനൊക്കെ കിട്ടിയതാ. പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര പേടി. അമ്മയ്ക്ക് പ്ലെയിനിൽ കയറാൻ പേടി എപ്പോഴും. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, അമ്മ പഴഞ്ചെന്നല്ല, വലിയ പഴയ തറവാട്ടുകാരാണ്, എന്നാലും ഇത്തിരി പേടിയൊക്കെയാണ്. അപ്പൊ എന്നെ പൈലറ്റ് ആവാൻ വിട്ടിട്ടില്ല. അമ്മ എന്റെ കടലാസും അഡ്മിഷനൊക്കെ എടുത്ത് കീറി കളഞ്ഞു. അങ്ങനെ ആ പൈലറ്റ് ആവിയില്ല. അമ്മച്ചി സുഖമായിട്ടിരിക്കുന്നോ? 10 ലക്ഷം എന്താ അമ്മച്ചി ചെയ്യാൻ പോകുന്നേ?
10 ലക്ഷം എന്ത് ചെയ്യാൻ പോവാ? കേൾവിയുടെ ശകലം ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാ പിന്നെ പിന്നെ ചോദിക്കുന്നത്. മെച്ചിക്ക് കേട്ടിട്ടില്ല, 10 ലക്ഷം അടിച്ചതെന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞില്ല സാറേ. 10 കർത്താവേ സ്തോത്രം. 10 ലക്ഷമൊക്കെ എന്ത്? അമ്മച്ചിയുടെ ചിരി ഉണ്ടല്ലോ, 10 കോടിയുടെ ചിരിയാണ്. എനിക്ക് തന്നെ നല്ലൊരു എനർജി ആണ് അമ്മച്ചിയുടെ ചിരി, നിഷ്കളങ്കമായ ചിരി കാണുമ്പോളേ. എല്ലാവരും പറയാൻ ചിരി, ആ ചിരി മതിയെന്ന് പറയാം. ഈ ചിരി ഇത് 1.5 ചിരിയാണ്. വീട് എവിടാ? വീട് തറയുടെ മുകളില്. തമാശ പറഞ്ഞു. എന്റെ വീട് തൃശ്ശൂര്. ഭാഗ്യവതിയാണ്. 89 ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമുക്കൊരു സുഖമല്ലേ ഈ ചിരിയൊക്കെ കാണുമ്പോ. അപ്പൊ ഓക്കെ, കാണാം. ഓ യെസ് സല്യൂട്ട്. എനിക്ക് ഫാദറിനെ ഓർമ്മ വരണേ എന്റെ യൂണിഫോമിലൊക്കെ കാണുമ്പോഴേ. ഫാദർ 10 വർഷം സർവീസിൽ പോയിട്ട് രാജ്യത്തിന് വേണ്ടി സേവിച്ചു വന്നതാ. എന്നോടും പറയും, നീയും പോയിട്ട് ഒരു 5-10 വർഷം സേവിച്ചിട്ട് വാ, എന്നിട്ട് മതി ബിസിനസ്സിലേക്ക് എന്നൊക്കെ പറയും. രാജ്യസ്നേഹം. പക്ഷെ അമ്മ സമ്മതിച്ചില്ല പൈലറ്റ് ആവാൻ, അതുകൊണ്ട് പോവാൻ പറ്റിയില്ല. എല്ലാവരോടും അന്വേഷണം പറയൂ. അപ്പൊ വീണ്ടും ചായ വാങ്ങിച്ചുകൊണ്ടിരിക്കൂ, ചായ കുടിച്ചുകൊണ്ടിരിക്കൂ, കോടീശ്വരനാകൂ. താങ്ക് യു വെരി മച്ച് ഫോർ ദ ടൈം. Conquer the world with love. Love you everybody. You're on Boche.